കീറില്ല, നനഞ്ഞാലും അത് നശിക്കില്ല. വ്യാജ നോട്ടുണ്ടാക്കാനും ഏറെ പ്രയാസം. ഇന്ത്യയിൽ അങ്ങനെ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ എത്തുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പുതിയ നോട്ടുകൾ ആദ്യം കയ്യിൽ കിട്ടുന്നവരിൽ മലയാളികളും ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് പോളിമർ നോട്ടുകൾ? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇന്ത്യയിലെ കറൻസി സംവിധാനത്തിൽ വലിയ മാറ്റത്തിന് തുടക്കമാവുകയാണ്. പേപ്പർ നോട്ടുകൾക്ക് പകരമായി പോളിമർ അഥവാ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു. കേരളത്തിലെ കൊച്ചി ഉൾപ്പെടെ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ട പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മൈസൂർ, ഷിംല, ജയ്പൂർ, ഭുവനേശ്വർ എന്നിവയാണ് കൊച്ചി കൂടാതെയുള്ള മറ്റ് നഗരങ്ങൾ. വ്യത്യസ്ത കാലാവസ്ഥകളിൽ ഈ നോട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 10 രൂപയുടെ പോളിമർ നോട്ടുകളാണ് വിപണിയിലെത്തുക. തുടർന്ന് 20 രൂപ നോട്ടുകളും പരീക്ഷിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണ പ്ലാസ്റ്റിക് അല്ല, ബയോക്സിലി ഓറിയന്റേറ്റഡ് പ്രൊപ്പിലീൻ എന്ന പ്രത്യേക പോളിമർ ഉപയോഗിച്ചാണ് ഈ നോട്ടുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ മടക്കാൻ കഴിയുകയും വെള്ളത്തിൽ നനഞ്ഞാലും എളുപ്പത്തിൽ കേടാകാതിരിക്കുകയും ചെയ്യും. പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് 2.5 മുതൽ 5 മടങ്ങ് വരെ കൂടുതൽ കാലം ഇതിന് ഉപയോഗിക്കാനായി സാധിക്കും. അഴുക്കും ഈർപ്പവും കുറച്ചു മാത്രം പിടിക്കും. സുതാര്യമായ സുരക്ഷാ വിൻഡോകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുള്ളതുകൊണ്ട് തന്നെ വ്യാജ നോട്ടുകൾ നിർമ്മിക്കാനും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പോളിമർ നോട്ടുകൾ അമിതമായ ചൂടിൽ വയ്ക്കുകയോ അയൺ ചെയ്യുകയോ ചെയ്താൽ കേടുവരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റാപ്ലർ പിൻ കുത്തുകയോ സൂചി ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കുകയോ ചെയ്യുന്നതും സുരക്ഷാ സംവിധാനങ്ങളെ സാരമായി തന്നെ ബാധിക്കും. എന്തായിരുന്നാലും ഈ പരീക്ഷണം വിജയിച്ചാൽ രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി പോളിമർ നോട്ടുകൾ വ്യാപകമാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കറൻസി സംവിധാനത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമാകുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.